അഗസ്ത്യൻ ഉൾപ്പെടെ നിരവധി പ്രമുഖ മുനിമാർ രാമനെ സന്ദർശിക്കുന്നു. അവർ രാവണനെ കീഴടക്കിയതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അവർ രാമനെ സന്ദർശിക്കുന്നു. അവർ രാവണനെ കീഴടക്കിയതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അവർ രാമൻ ആശയക്കുഴപ്പത്തിലാകുന്നു. യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് ഇംഗ്രി രാവണനെ മറികടന്ന് വരും. വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം ഇതാ. ഇന്ദ്രജിത്തിന്റെ വംശപരമ്പരയെക്കുറിച്ച് കുംഭയോണി രാമനോട് പറയുന്നു. ബ്രഹ്മർഷിയായ പുലസ്ത്യനും അദ്ദേഹത്തിന്റെ മകൾക്കും പിറന്തറിഞ്ഞതാണ്. വിഗ്രഹം വിശദീകരിക്കുന്നു. തന്റെ വേദപഠനത്തെ തടസ്സപ്പെടുത്തിയ സ്ത്രീകളെ പുലസ്ത്യർ ശപിച്ചിരുന്നു. അതുമൂലം അവരിൽ ഒരാൾ വിഗ്രഹത്തെ ഗർഭം ധരിച്ചു. വിഗ്രഹ പിന്നീട് വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം ഇതാ. ഒരു സന്യാസിയായ വിക്രാവിന് സദ്ഗുണങ്ങൾക്കും അറിവിനും പേരുകേട്ട വൈജരവനൻ എന്ന ഒരു മകനുണ്ടായിരുന്നു. ധനത്തിന്റെ അധിപനാകാൻ ബ്രഹ്മാവ് അദ്ദേഹത്തിന് ഒരു വരം നൽകി. അക്കാലത്ത് ശൂന്യവുമായിരുന്ന വിവേകർമ്മ നിർമ്മിച്ച നഗരമായ ലങ്കയിൽ താമസിക്കാൻ വിക്രവ അദ്ദേഹത്തെ ഉപദേശിച്ചു. രാക്ഷസന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചും പുലസ്ത്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചും രാമൻ അഗസ്ത്യനോട് ചോദിക്കുന്നു. അവയെ ബ്രഹ്മാവ് ജലത്തിന്റെ സംരക്ഷകനായി സൃഷ്ടിച്ചതാണെന്ന് അഗസ്ത്യൻ വിശദീകരിക്കുന്നു. എന്നാൽ ചിലർ രക്ഷ, സംരക്ഷണം എന്നും മറ്റുള്ളവർ യക്ഷ ആരാധന എന്നും പറഞ്ഞു. ഇത് 2 ഗ്രൂപ്പുകളിൽ കലാശിച്ചു. ഒരു ഗ്രൂപ്പ് സുക്കേയുടെ പുത്രന്മാരായ മല്യവൻ, സുമാലി, മാലി എന്നിവർക്ക് ബ്രഹ്മാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അവർ അജയ്യരായി മാറുകയും ചെയ്തു. തുടർന്ന് അവർ വികാസ്കർമ്മയുടെ സഹായത്തോടെ ലങ്കനഗരം നിർമ്മിച്ചു. പുത്രന്മാർ അനേകം സന്തതികൾ ജനിച്ചു. അവരിൽ പ്രസ്ഥ, പ്രഖസ, കൈകാശി തുടങ്ങിയ രാക്ഷസന്മാർ ഉൾപ്പെടുന്നു. അവർ സുക്കയുടെ പുത്രന്മാരെ ഭയന്ന ദുരിതമനുഭവിക്കുന്ന ദേവന്മാർ മഹേശ്വരനിൽ പിന്നീട് വിഷ്ണുവിൽ നിന്നും സംരക്ഷണം തേടുന്നു. അവർ തങ്ങളുടെ കഷ്ടപ്പാടുകൾ വിഷ്ണുവിനോട് വിവരിക്കുന്നു. അവർ രാക്ഷസന്മാരെ നശിപ്പിക്കാൻ സമ്മതിക്കുന്നു. മല്യവനും സുമാലിയും നയിക്കുന്ന രാക്ഷസന്മാർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. പക്ഷേ ഒടുവിൽ വിഷ്ണുവിനോട് പരാജയപ്പെടുന്നു. അവർ ഒരു പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്ന വിഷ്ണു രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യുന്നു. അവർ തന്നെ വിവിധ ആക്രമിക്കുന്നു. വിഷ്ണു തന്റെ സർഗവില്ലും ശംഖും ഉപയോഗിച്ച് അവരെ ബന്ധിരിപ്പിക്കുകയും ആയിരക്കണക്കിന് രാക്ഷസന്മാരെ വെട്ടിക്കൊല്ലുകയും അവരുടെ സൈന്യത്തെ ചിതറിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ സുമാലിയും മാലിയും പരാജയപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ ശക്തനായ ഒരു രാക്ഷസ നേതാവായ മാല്യവാൻ യുദ്ധത്തിന് വെല്ലുവിളിച്ചതിന് ശേഷം വിഷ്ണു പത്മനാഭൻ കൊല്ലപ്പെടുന്നു. രാക്ഷസന്മാർ പരാജയപ്പെടുകയും രാവണനേക്കാൾ ശക്തരായ അവരുടെ നേതാക്കളെ ഉപേക്ഷിച്ച് ലങ്കയിലെ പലായനം ചെയ്യുകയും ചെയ്യുന്നു. വിഷ്ണുവിന്റെ വിദൃശ്യം രാക്ഷസന്മാരുടെ ശക്തിയുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. സുമാലിയുടെ നേതൃത്വത്തിൽ സുമാലി എന്ന രാക്ഷസൻ തന്റെ മകളായ കൈകാശിയെ സമീപിച്ച് സന്യാസിയായ വിഗ്രഹവുമായി വിവാഹം നിശ്ചയിക്കുന്നു. ശക്തനായ 10 കഴുത്തുള്ള രാക്ഷസൻ ജനിക്കുന്നു. തുടർന്ന് കുംഭകർണനും ശൂർപ്പണഖയും ജനിക്കുന്നു. ഏറ്റവും ഇളയ മകനായ വിഭീഷണൻ നീതിമാനാണ്, മറ്റുള്ളവർ ദുഷ്ടരാണ്. വനത്തിലെ തപസ്സിനെ ധന്മാട് തപസ്സിനെക്കുറിച്ച് രാമൻ ചോദിക്കുമ്പോൾ കുംഭകർണൻ വേനൽക്കാലത്ത് 5 തീകളിൽ ഒളിച്ചിരിക്കുകയും മഴക്കാലത്ത് വെള്ളത്തിൽ കുതിർക്കപ്പെടുകയും 10 കഴുത്തോറ്റി ബ്രഹ്മാവൾ അവ തന്നോട് പറയുകയും ചെയ്യുന്നു. വിഭീഷണൻ 5.5 വർഷം ഒരു കാലിൽ നിൽക്കുകയും 10 കഴുത്തുള്ള രക്ഷാധികാരി തന്റെ തല 10 കഴുത്തുള്ള രാവണൻ
ലങ്ക് നഗരം അവിടെ താമസിച്ചിരുന്ന തന്റെ സഹോദരൻ വിഭീഷണൻ തിരികെ നൽകാൻ പ്രഹ്ലാദ് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു. രാവണന്റെ പിതാവ് വിക്രവ വിഭീഷണനുമായി സംഘർഷത്തിൽ ഏർപ്പെടരുതെന്ന് ഉപദേശിക്കുന്നു. അത്തരമൊരു നടപടിയെ നിഷ്ഫലമാക്കുന്ന ഒരു മുൻ വര ഉദ്ധരിച്ച് താൻ പൗലസ്ത്യ മഹർഷിയുടെ മകനാണെന്ന് അറിഞ്ഞ ശേഷം രാക്ഷസന്മാരുടെ അധിപനായ രാവണൻ മായയുടെ മകൾ മന്ദോദരിയെ വിവാഹം കഴിക്കുന്നു. രാവണനു വജ്രാലയെ വിവാഹം കഴിക്കുന്നു. വിഭീഷണൻ സരമയെ വിവാഹം കഴിക്കുന്നു. രാവണ സഹോദരൻ കുംഭകർണൻ ഉറക്കത്തിൽ ഉറങ്ങുകയാവണന്റെ ദാസനായ ദജനാന നന്ന പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. വൈക്രാവൺ ലങ്കയിലേക്ക് ഒരു ദൂതനെ അയക്കുന്നു. പക്ഷേ രാവണൻ അവനെ കൊല്ലുന്നു. ദൂതൻ മഹേശ്വരനുമായി ശിവൻ സൗഹൃദം സ്ഥാപിക്കുകയും ദുഷ്ടപ്രവർത്തനങ്ങളിൽ നിന്ന് രാവണനെ പിന്തിരിപ്പിക്കാൻ പറയുകയും ചെയ്തു. മഹോദരന്റെയും പ്രസ്ഥയുടെയും നേതൃത്വത്തിൽ രാവണനും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളും കൈലാസപർവ്വതത്തിൽ യക്ഷന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. രാവണൻ തന്റെ ഗദ ഉപയോഗിച്ച് ആയിരക്കണക്കിന് യക്ഷന്മാരെ കൊല്ലുകയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ നൂറുകണക്കിന് പേരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ രാവണന്റെ ശക്തി സമാനതയില്ലാത്തതാണ്. യക്ഷസൈന്യം ഒടുവിൽ യക്ഷമണിഭദ്രൻ ആയിരക്കണക്കിന് യക്ഷന്മാരെ രാവണന്റെ രാഫത്തിരിയ യുദ്ധത്തിലേക്ക് നയിക്കുന്നു. പരിക്കേറ്റും സമാനതകളില്ലാത്തവനുമായിരുന്നിട്ടും മണിഭദ്ര വഴങ്ങാൻ വിസമ്മതിക്കുന്നു. എന്നിരുന്നാലും രാവണന്റെ മിഥ്യാധാരണകളാൽ അവൻ പരാജയപ്പെടുകയും പരുക്കേറ്റ രഥത്തിൽ നിന്ന് വീഴുകയും ചെയ്യുന്നു. രാക്ഷസ രാജാവ് പുഷ്പകക്കാരനെ യുദ്ധത്തിന് രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ വലിയ നൂൽമരം സന്ദർശിച്ചു. അവിടെ അദ്ദേഹം ഭാവന്റെ ഉഗ്രപരിചാരകനായ മഹാസേനയെയും നന്ദിയെയും കണ്ടുമുട്ടി. രാവണനും നന്ദിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം ശങ്കരൻ ഇടപെട്ട് രാവണൻ എന്ന പേരും ചന്ദ്രഹാസൻ എന്ന തിളങ്ങുന്ന വാളും നൽകി. ലങ്കയിലെ രാജാവായ രാവണൻ ഹിമാലയത്തിൽ വെച്ചു ഒരു സുന്ദരിയായ സന്യാസിയായ വേദാവതിയെ കണ്ടുമുട്ടുന്നു. തന്നെ വിവാഹം കഴിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ നിരസിക്കുന്നു. നാരായണനോട് വിഷ്ണു അവളുടെ ഭർത്താവായി പ്രതിജ്ഞ എടുത്തു. പ്രകോപിതനായ രാവണൻ അവളെ പിടികൂടുന്നു. പക്ഷെ അവൾ വാൾ പോലുള്ള കൈകൊണ്ടു പുഷ്പകൻ ആരോഹണം ചെയ്യുന്ന രാവണൻ ഭൂമിയെ കീഴടക്കുകയും മരുതരാജാവിന്റെ യാഗം കാണുകയും ചെയ്യുന്നു. മൃഗങ്ങളുടെ വേഷം ധരിച്ച് ദേവതകൾ ആചാരത്തിൽ പങ്കെടുക്കുന്നു. രാവണൻ സ്വയം ശ്രേഷ്ഠനാണെന്ന് കരുതി യാഗത്തിൽ ചേരാൻ ശ്രമിക്കുന്നു. പക്ഷേ മരുതരാജാവ് വെല്ലുവിളിക്കുന്നു. രാജാവിന്റെ ആത്മീയ ഗുരുവായ സംവർത്തർ ഇടപെടുകയും യുദ്ധം ചെയ്യരുതെന്ന് മരുതയെ ഉപദേശിച്ചു. രാക്ഷസ രാജാവായ രാവണൻ തന്റെ ശക്തിയിൽ ഭയപ്പെടുകയും ഒരു പോരാട്ടവുമില്ലാതെ കീഴടങ്ങുകയും ചെയ്യുന്ന വിവിധ രാജാക്കന്മാരെ നേരിടുന്നു. എന്നിരുന്നാലും അയോധ്യയിലെ രാജാവായ അനാരണ്യൻ പിന്മാറാൻ വിസമ്മതിക്കുകയും രാവണനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ശക്തനായ സന്യാസിയായ നാരദ ഇതിനകം ദുർബലരുമായ മനുഷ്യരെ ഉപദ്രവിക്കുന്നത് നിർത്താൻ രാക്ഷസന്മാരുടെ 10 കഴുത്തുള്ള രാജാവായ രാവണനെ ഉപദേശിക്കുന്നു. രാവണൻ ദൈവങ്ങൾക്ക് വളരെ ശക്തനാണെന്നും പകരം എല്ലാ ലോകങ്ങളിലും ആധിപത്യം നൽകുന്ന മരണത്തിന്റെ ഭരണാധികാരിയായ സമയത്തെ യമ കീഴടക്കണമെന്നും നാശം വരുത്താൻ വന്ന 10 കഴുത്തുള്ള രക്ഷാധികാരിയായ രാവണനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ നാരദൻ യമന്റെ വാസസ്ഥലം സന്ദർശിക്കുന്നു. രാവണൻ തന്റെ ശക്തമായ കാറിൽ പുഷ്പകയിൽ എത്തുകയും അവരുടെ ദുഷ്ടപ്രവർത്തനങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ആത്മാക്കളെ മോചിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇത് യമന്റെ സൈനികരും നാരദ സൈനികരും
നാളിത് യമന്റെ സൈനികരും മരണത്തിന്റെ അധിപനായ യമൻ 10 കഴുത്തുള്ള രാക്ഷസനായ രാവണനുമായി തീവ്രമായ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. യമന്റെ ശക്തിയും ആയുധശേഖരവും കൂടുതലായിരുന്നിട്ടും തനിക്ക് നൽകപ്പെട്ട ബ്രഹ്മാവിന്റെ വരം കാരണം രാവണനെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. യമൻ ആത്യന്തികമായി യുദ്ധക്കളത്തിൽ നിന്ന് അപ്രത്യക്ഷനാവുകയും രാവണൻ വിജയിയായി ഉയർന്നുവരാൻ യുദ്ധത്തിൽ ആനന്ദിച്ച രാവണൻ വിവിധ പ്രദേശങ്ങൾ കീഴടക്കുകയും നിവധഗവചരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കലാകായന്മാരെ പരാജയപ്പെടുത്തുകയും ഒടുവിൽ മഹോദൈത്യന്മാരെ നശിപ്പിക്കുകയും ചെയ്തു. രാവണൻ വരുണന്റെ വാസസ്ഥലത്ത് പ്രവേശിച്ച് തന്റെ സേനാധിപതികളെയും പുത്രന്മാരെയും കൊല്ലുകയും ചെയ്തു. എന്നാൽ 10 കഴുത്തുള്ള രാക്ഷസനായ രാവണൻ സംഘർഷം തേടി ബാലിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ മരണപോലെ അജയ്യനായ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ മരണം പോലെ അജയ്യനായ വാതിൽ കാവൽക്കാരനായ കൃതദാന ഹരി അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നു. രാവണൻ ഹരിപ്രഭിശക്തരായ ജീവികളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന് രാവണൻ മനസ്സിലാന്ന് ലങ്കയിലെ രാജാവായ രാവണൻ സൂര്യദേവനെ നേരിടാൻ മേരു പർവ്വതത്തിൽ എത്തിയെങ്കിലും അതിൻ്റെ തിളങ്ങുന്ന പ്രകാശത്താൽ അമ്പരന്നുപോയി. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ പ്രഹ്ദൻ സൂര്യനുമായി ആശയവിനിമയം നടത്താനോ യുദ്ധം ചെയ്യാനോ കീഴടങ്ങാനോ രാവണന്റെ കൽപ്പനകൾ ആവർത്തിച്ചു. എന്നിരുന്നാലും രാവണനെ പരാജയപ്പെടുത്താനോ ഒരു സാധാരണക്കാരന്റെ വേഷം ധരിച്ച രാവണൻ പാർവത എന്ന ഋഷിയെ കണ്ടുമുട്ടുന്നു. അവനെ ശക്തനായ രാജാവായ മാന്ധാതനോട് തിരിച്ചറിയുന്നു. രാവണൻ ഒരു യുദ്ധം ആവശ്യപ്പെടുന്നു. മാന്ധാത അത് സ്വീകരിക്കുന്നു. ഇരുവരും കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെടുന്നു. വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിക്കുന്നു. പക്ഷേ പുലസ്ത്യനും ഗാലവ മുനിമാരും അവരെ തടയുന്നു. അവർ അനുരഞ്ജനം നടത്തി. രാക്ഷസന്മാരുടെ അധിപനായ രാവണൻ വിവിധ ആകാശപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഗംഗ വസിക്കുന്ന 8ാമത്തെ പ്രദേശത്തെത്തുന്നു. തുടർന്ന് അവൻ ചന്ദ്രനെ കണ്ടുമുട്ടുകയും അതിൻ്റെ തണുത്ത അഗ്നിരശ്മികളാൽ ബാധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ബ്രഹ്മാവിനെ ഇടപെട്ട് യുദ്ധത്തിൽ അജയ്യത നൽകുന്ന ഒരു ദിവ്യമന്ത്രം അർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. വാക്കുകളിലെ ഒരു സംക്ഷിപ്ത സംഗ്രഹം. 10 കഴുത്തുള്ള രാക്ഷസനായ രാവണൻ ഒരു ദ്വീപിൽ ദിവ്യനായ കപിലനെ കണ്ടുമുട്ടുന്നു. രാവണൻ കപിലനോട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ എളുപ്പത്തിൽ പരാജയപ്പെടുകയും നിലത്ത് വീഴുകയും ജലത്ത് വീഴുകയും ചെയ്യുന്നു. ബോധം വീണ്ടെടുത്ത ശേഷം അവൻ തൻ്റെ തോൽവി സ്വർഗീയവും പൈശാചികവുമായ സ്ത്രീകൾ ഉൾപ്പെടെ തടവിലാക്കപ്പെട്ട സ്ത്രീകളാൽ നിറഞ്ഞ രഥം അവരുടെ ദുഃഖത്തിൻ്റെ കണ്ണുനീരിൽ മുങ്ങിപ്പോകുന്നു. സ്ത്രീകൾ അവരുടെ വിധിയെക്കുറിച്ച് വിലപിച്ച രാവണനോടെത്തിയ അവരുടെ ദുഃഖത്തിൻ്റെ കണ്ണുനീരിൽ മുങ്ങിപ്പോകാൻ മരണത്തെ വിളിക്കുകയും ഈ അവഗണന രാവണൻ തൻ്റെ മകൻ മേഘനാഥൻ ഒരു ശക്തമായ യാഗം പൂർത്തിയാക്കുകയും പാശുപതിയിൽ നിന്ന് മിഥ്യാശക്തികൾ നേടുകയും ചെയ്തുവെന്ന് 10 കഴുത്തുള്ള രാക്ഷസനായ രാവണൻ മനസ്സിലാക്കുന്നു. രാവണന്റെ സഹോദരൻ വിഭീഷണൻ സ്വർഗീയ കന്യകമാരെ മോഷ്ടിക്കുന്നതുൾപ്പെടെയുള്ള തൻ്റെ ദുഷ്ടപ്രവർത്തനങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് രാവണന്റെ മകൻ മോഷ്ടിച്ച കന്യകയായ സുന്ദരിയായ അപ്സരയായ രാംഭയെ തൻ്റെ ഭർത്താവ് നാലകുവരനെ കാണാൻ യാത്ര ചെയ്യുന്നതിനിടെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു. അവരുടെ കുടുംബ ബന്ധവും നാലകുവരനെ കാണാനുള്ള തൻ്റെ ഉദ്ദേശ്യവും വിശദീകരിച്ചുകൊണ്ട് അവൾ രാവണനോട് ന്യായവാദം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ അത് കേൾക്കാൻ വിസമ്മതിക്കുകയും അവളെ ശാസിക്കുകയും ചെയ്യുന്നു.
താസിവൽ സറ്റരിൽ വാക്കുകളെ വാചകത്തിന്റെ സംഗ്രഹം. ഇതാ ശക്തനായ 10 കഴുത്തുള്ള രാക്ഷസനായ രാവണൻ തന്റെ സൈന്യവുമായി ഇന്ദ്രന്റെ പ്രദേശത്ത് എത്തുന്നു. ഇന്ദ്രനും മറ്റ് വാക്തജീവികളും ഉൾപ്പെടെയുള്ള ദേവന്മാർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ രാവണൻ ശ്രേഷ്ഠശക്തിയാൽ പരാജയപ്പെടുന്നു. 8ാമത്തെ വാസുവായ സാവിത്ര യുദ്ധത്തിൽ രാവണന്റെ ശക്തനായ മകൻ മേഘനാഥൻ ഇന്ദ്രന്റെ മകൻ ജയന്തനും മറ്റ് ദേവതകളുമായി ഒരു കടുത്ത യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നു. പോരാട്ടം തീവ്രമാണ്. ഇരുപക്ഷവും കനത്ത നഷ്ടം സഹിക്കുന്നു. ഒടുവിൽ ഇന്ദ്രൻ തന്നെ തന്റെ ദിവ്യശക്തികൾ ഉപയോഗിച്ച് രാക്ഷസന്മാരെ പിന്തിരിപ്പിക്കാൻ യുദ്ധത്തിൽ ചേരുന്നു. സാക്ഷി വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം. ഇതാ ഇന്ദ്രനെ പിടികൂടാനും സ്വർഗീയ സൈന്യത്തെ പരാജയപ്പെടുത്താനും രാവണന്റെ മിഥ്യാശക്തികൾ ഉപയോഗിക്കുന്നു. അവൻ അദൃശ്യനായി ഇന്ദ്രനെ ഇടിച്ചുകളയുകയും അവനെ മിഥ്യാധാരണകളാൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. രോഷാകുലരായ ദേവതകൾ രാവണനെ ആക്രമിതം നിർത്താനും രാവണന്റെ ധീരതയ്ക്കും ശക്തിക്കും പിതാവായ ബ്രഹ്മാവ് രാവണന്റെ മകൻ ഇന്ദ്രജിത്തിനെ പ്രശംസിക്കുന്നു. പാകത്തിന്റെ ശിക്ഷാൻ രാവണീയായ ഇന്ദ്രനെ മോചിപ്പിക്കാൻ അവൻ രാവണനോട് ആവശ്യപ്പെടുന്നു. ഇന്ദ്രജിത്ത് അമർത്യതയ്ക്കായി പ്രാർത്ഥിച്ചതിന് ശേഷം രാവണൻ സമ്മതിക്കുന്നു. അതേസമയം മേഘനാഥനോട് പരാജയപ്പെടാൻ കാരണമായ ഒരു ഭൂതകാല ശാപത്തെക്കുറിച്ച് ബ്രഹ്മാവ് ഇന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നു. രാവണന്റെ വിജയങ്ങളെക്കുറിച്ച് രാമൻ അഗസ്ത്യനോട് ചോദിക്കുന്നു. അവനെ തടയാൻ രാജാക്കന്മാർ ഇല്ലേ എന്ന് ചോദിക്കുന്നു. അർജുന രാജാവ് ഇല്ലാതിരുന്ന മഹിമതി രാവണൻ സന്ദർശിച്ചതായും പിന്നീട് ശിവലിംഗത്തെ ആരാധിക്കുന്നതിനു മുമ്പ് കൗൺസിലർമാരോടൊപ്പം നർബുദ നദിയിൽ കുളിച്ചതായും അഗസ്ത്യ വിശദീകരിക്കുന്നു. 10 കഴുത്തുള്ള രാക്ഷസനായ രാവണൻ അർജുനന്റെ ശക്തി അളക്കാൻ നർബുദ നദിയെ തടസ്സപ്പെടുത്തുന്നു. അർജുനൻ തന്റെ ഭാര്യമാരോടൊപ്പം കളിക്കുകയാണെന്ന് കണ്ടേയ രവിർജവൻ അവനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നു. തന്റെ മന്ത്രിമാരെ അർജുനന്റെ യോദ്ധാക്കൾ വധിച്ചതിനു ശേഷം രാവണൻ അർജുനനുമായി കടുത്ത യുദ്ധത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ ഒടുവിൽ പരാജയപ്പെടുകയും അർജുനനും ശക്തനായ സന്യാസിയായ പുലസ്ത്യൻ അർജുന രാജാവിന്റെ നഗരമായ മഹിഷ്മതിയിൽ എത്തി. അവിടെ അർജുനൻ ഭൂതങ്ങളുടെ രാജാവായ രാവണനെ പിടിച്ചടക്കിയതായി കണ്ടെത്തി. കുടുംബ ബന്ധങ്ങളോടുള്ള സ്നേഹവും രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ കുരങ്ങുകളുടെ രാജാവായ വാലിയെ ഒരു പോരാട്ടത്തിന് വെല്ലുവിളിച്ചു. രാവണന്റെ നേരെ പുറകിൽ ഇരുന്ന വാലി അവനെ പിടിച്ചു കൊണ്ടുപോയി. അവർ 4 സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവനെ ആവർത്തിച്ച് മാന്തിക്കുടിയുണ്ടാക്കി. അഗസ്ത്യനോടുള്ള ഹനുമാന്റെ ശക്തി, വീര്യം, മറ്റ് സദ്ഗുണങ്ങൾ എന്നിവയെ രാമൻ പ്രശംസിക്കുന്നു. ഈ ഗുണങ്ങളിൽ ഹനുമാൻ സമാനതകളില്ലെന്ന് അഗസ്ത്യ സ്ഥിരീകരിക്കുന്നു. കുട്ടിക്കാലത്ത് സൂര്യനെയും രാഹുവായ ഒരു ആകാശ സർപ്പത്തെയും സ്പർശിച്ച് 2 കുരങ്ങ് രാജാക്കന്മാരായ വാലിയുടെയും സുഗ്രീവിന്റെയും മാതാപിതാക്കളെയും താമസസ്ഥലത്തെയും കുറിച്ച് രാമൻ അഗസ്ത്യനോട് ചോദിക്കുന്നു. ബ്രഹ്മാവ് എങ്ങനെയാണ് കുരങ്ങുകളെ സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ചുള്ള നാരദന്റെ പഠിപ്പിക്കലുകളിൽ നിന്നുള്ള ഒരു കഥ അഗസ്ത്യ വിവരിക്കുന്നു. അഗസ്ത്യനിൽ നിന്ന് വാലിയുടെയും സുഗ്രീവിന്റെയും ഉത്ഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ രാമൻ ആശ്ചര്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം മറ്റൊരു ദിവ്യപ്രമേയം കേൾക്കാൻ ആവശ്യപ്പെട്ടു. അറിഞ്ഞപ്പോൾ രാമൻ ആശ്ചര്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം മറ്റൊരു ദിവ്യമാക്കി. ശക്തനായ ഒരു ആകാശത്തെക്കുറിച്ചുള്ള അറിവ് തേടിയ രാവണൻ ഹരിയാണ്. ദിവ്യ രാമനെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്ന രാവണൻ അഗസ്ത്യ മഹർഷിയോട് ഒരു വിവരണം ചോദിക്കുന്നു. രാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് അഗസ്ത്യ വിവരിക്കുകയും അദ്ദേഹത്തിന്റെ വിവിധ രൂപങ്ങളും ഗുണങ്ങളും വിവരിക്കുകയും ചെയ്യുന്നു.
സീതയെ വിവാഹം കഴിച്ച രാമൻ യുദ്ധത്തിൽ രാവണനെ പരാജയപ്പെടുത്തുന്ന ഒരു മനുഷ്യ രാജപ്പെടുത്തുന്ന അദ്ദേഹം പ്രവചിക്കുന്നതിനെക്കുറിച്ച് രാവണൻ തന്റെ നീണ്ട കൈകൾ കാരണം സീതയെ മോഷ്ടിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥ അഗസ്ത്യ വിവരിക്കുന്നു. അത് മേരു പർവ്വതത്തിൽ നാരദന് പറഞ്ഞു. ദുഷ്ടപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ കഥ. അതിൻ്റെ ശ്രോതാക്കൾക്ക് പുത്രന്മാരും കൊച്ചുമക്കളും ദേവന്മാർക്കിടയിൽ ബഹുമാനവും ലഭിക്കും. ശക്തനായ രാക്ഷസനായ രാവണൻ ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ചുവെങ്കിലും ശ്വേതദ്വീപിലെ സുന്ദരികളായ സ്ത്രീകളുമായുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. അവർ അദ്ദേഹത്തെ വലിച്ചെറിയുകയും സമുദ്രത്തിൽ വീഴുകയും ചെയ്തു. സ്വയം നാരായണൻ വിഷ്ണു ആണെന്ന് വിശ്വസിച്ച് അദ്ദേഹം സീതയെ മോഷ്ടിച്ചു. രാവണനെതിരായ രാമന്റെ ആദ്യം നിന്നുള്ള പുലർച്ചെ രാമനെ ഗാനരചയിതാക്കൾ പ്രശംസിക്കുകയും രാജാവെന്ന നിലയിൽ തന്റെ ആദ്യ രാത്രിയിൽ തന്നെ അവനെ ഉണർത്തുകയും ചെയ്യുന്നു. അവൻ എഴുന്നേറ്റ് വായ കഴുകുകയും തീകൊളുത്താൻ വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പുരോഹിതന്മാർ, മന്ത്രിമാർ, രാജാക്കന്മാർ എന്നിവരുൾപ്പെടെയുള്ള ആളുകൾ അവൻ തന്റെ ഭരണപരമായ ചുമതലകൾ പൂർത്തിയാക്കിയ രാമൻ രാവണനെതിരായ വിജയത്തിൽ തന്നെ അഭിനന്ദിക്കാൻ വന്ന വിവിധ രാജാക്കന്മാരോട് വിട പറയുന്നു. അവർ അതത് രാജ്യങ്ങൾ ഇതിനു മുമ്പ് അവർ നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം അവരോട് നന്ദി പറയുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. രാജാക്കന്മാർ രാമനെ പ്രശംസിക്കുന്നുണ്ടെങ്കിലും തന്റെ വിജയത്തിന് അവരുടെ ശക്തിയും ധീരതയും കാരണമാണെന്ന് അദ്ദേഹം രാവണനെ പരാജയപ്പെടുത്തിയ രാജാക്കര് സജ്ഞാൽ വാരുൾപ്പെടെയവർ രാമന്റെ സക്രിയായ കുരങ്ങുകളും ഉൾപ്പെടെയുള്ള രാമന്റെ സഖ്യകക്ഷികൾ അദ്ദേഹത്തെ വിജയത്തിൽ അഭിനന്ദിക്കാൻ അയോധ്യയിലെ തന്റെ യുദ്ധത്തിൽ ഹനുമാന്റെയും നേതൃത്വത്തിന്റെ യുദ്ധത്തിൽ സഹായിച്ച മറ്റു രാമൻ സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവായും വിഭീഷണനെ ലങ്കയുടെ രാജാവായും നിയമിക്കുന്നു. ബുദ്ധിപൂർവം ഭരിക്കാനും തന്നോട് വിശ്വസ്തത പുലർത്താനും അവൻ അവരെ ഉപദേശിക്കുന്നു. ഹനുമൻ രാമനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നു. അവൻ നീലക്കൽ ചങ്ങല നൽകുന്നു. കുരങ്ങുകളും രാക്ഷസന്മാരും വികരഭരിതരായി അതത് രാമനിലേക്ക് പോകുന്നതിനു രാമന്റെ ഗതാഗതത്തിനായി സേവനം വാഗ്ദാനം ചെയ്ത് കുബേര അയച്ച മാന്ത്രികക്കാരായ പുഷ്പക രാമനെ സന്ദർശിക്കുന്നു. രാമൻ ആ വാഗ്ദാനം സ്വീകരിക്കുകയും തന്റെ ഇഷ്ടപ്രകാരം മടങ്ങിവരുന്നതിനായി കാരയക്കുകയും ചെയ്യുന്നു. അതേസമയം തന്റെ ഭരണം അയോധ്യയിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിവിധ മരങ്ങളും പൂക്കളും കുളങ്ങളും നിറഞ്ഞ മനോഹരവും ഊർജ്ജസ്വലവുമായ അശോകവനത്തിലേക്ക് രാമൻ പ്രവേശിക്കുന്നു. അവൻ ഗർഭിണിയായ സീതയോടൊപ്പം ഒരു മികച്ച ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. അവർ വീഞ്ഞും മാംസവും പഴങ്ങളും ആസ്വദിക്കുന്നു. ദാസന്മാർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരികയും അപ്സരകൾ അവരുടെ മുന്നിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. തന്നെയും കുടുംബത്തെയും കുറിച്ചുള്ള പൊതു അഭിപ്രായങ്ങളെക്കുറിച്ച് രാമഭദ്രയോട് ചോദിക്കുന്നു. രാമന്റെ വിജയത്തെ ആളുകൾ പ്രശംസിക്കുന്നുവെന്നും എന്നാൽ രാവണൻ സീതയെ സ്പർശിച്ചതിന് ശേഷം അവളെ തിരികെ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തെ നിരസിക്കുന്നു. ഭദ്ര പറയുന്നു, ഇത് ബലഹീനതയുടെ ആളമാണെന്ന് സൂചിപ്പിക്കുന്നു. രാമൻ നിരാശനാകുന്നു. തന്റെ സുഹൃത്തുക്കളുടെ മുമ്പത്തെ കുസൃതികൾ രാമൻ തന്റെ സഹോദരന്മാരായ ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും തന്റെ വാസസ്ഥലത്തേക്ക് അയക്കുന്നു. രാമന്റെ സങ്കടവും ഉത്കണ്ഠയും കണ്ട് അവരെത്തുന്നു. അവൻ അവരെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയും
അവരെ ആലിംഗനം ചെയ്യുകയും ഇരിക്കുകയും ചെയ്യുന്നു. കൂടാതെ അവർ തനിക്ക് വേണ്ടി നേടിയ രാജ്യം ഭരിക്കാൻ വിദ്യാസമ്പന്നരും. പൊതുവിമർശനത്തിൽ നിന്നുള്ള സങ്കടവും ലജ്ജയും മൂലം രാമൻ ലക്ഷ്മണനോട് സീതയെ ഗംഗാനദിയുടെ മറുകാശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിടുന്നു. നാടുകടത്തലിനെക്കുറിച്ച് ആർക്കും അറിയില്ലെന്ന് അദ്ദേഹം ചോദിക്കുന്നു. കൂടുതൽ അപകീർത്തിപ്പെടുമെന്ന ഭയം ചൂണ്ടിക്കാട്ടി തന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ രാമന്റെ ഹൃദയം കണ്ണുനിറയെ കണ്ണുനീർ. കനത്ത ഹൃദയത്തോടെ ലക്ഷ്മണൻ സീതയെ ഒരു രഥത്തിൽ ഗംഗയുടെ തീരത്തേക്ക് കൊണ്ടുപോകുന്നു. സീത ഉത്കണ്ഠയും ഭയവും പ്രകടിപ്പിക്കുന്നു. എന്നാൽ എല്ലാം ശരിയാണെന്ന് ലക്ഷ്മണൻ അവൾക്ക് ഉറപ്പ് നൽകുന്നു. അവർ ഒരു ബോട്ടിൽ നദി മുറിച്ചുകടക്കുന്നു. സീതയുടെ ലക്ഷ്യം മറുവശത്ത് എത്തി സന്യാസിമാർക്ക് സമ്മാനങ്ങൾ നൽകുകയും തുടർന്നനെ കാണാൻ തലസ്ഥാനത്തേക്ക് മടങ്ങണം. ദുഃഖിതനായ ലക്ഷ്മണൻ പൊതുനിന്ദ കാരണം രാമൻ അവളെ ഉപേക്ഷിച്ചുവെന്ന് സീതയോട് ഏറ്റുപറയുന്നു. ജൻഹാവി നദിക്കടുത്തുള്ള ഒരു വിശുദ്ധ ആശ്രമത്തിൽ താമസിക്കാൻ അവൻ അവളോട് നിർദ്ദേശിക്കുകയും അവളുടെ പിതാവ് ദശരഥന്റെ സുഹൃത്തും മഹാനായ സന്യാസിയുമായ വാൽമീകിയെ സമീപിക്കുകയും അവളുടെ ദിവസങ്ങൾ ഹൃദയം തകർന്നതും കണ്ണീരിഞ്ഞതുമായ സീത ലക്ഷ്മണനോട് രാമൻ തന്നെ നിരസിച്ചുവെന്നും താൻ ഇപ്പോൾ ഒറ്റയ്ക്കാണെന്നും സമൂഹത്താൽ അകന്നു കഴിയുകയാണെന്നും പറയുന്നു. അവനോട് കൽപ്പനകൾ പാലിക്കാനും രാമന്റെ അടുത്തേക്ക് മടങ്ങാനും അവൾ അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തന്റെ വിശുദ്ധിയും ഭക്തിയും രാമനെ അറിയിക്കാനും അവനോട് അഭ്യർത്ഥിക്കുന്നു. 40 വാക്കുകളിലെ ഒരു സംക്ഷിപ്ത സംഗ്രഹം ഇതാ നദീതീരത്തെ സീതയുടെ വിലാപത്തെക്കുറിച്ച് ഋഷിയാൺകുട്ടികൾ വാൽമീകി കരയിക്കുന്നു. വാൽമീകി അവളെ സമീപിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവളെ ദശരഥന്റെ മരുമകളും രാമന്റെ ഭാര്യയുമായ സീത എന്ന് തിരിച്ചറിയുന്നു. അവൻ അവൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നു. അവളുടെ പരിചരണ വനിതാ സന്യാസിമാർക്കായി സീതയിൽ നിന്ന് രാമൻ വേർപിരിഞ്ഞതിൽ ലക്ഷ്മണൻ അസ്വസ്ഥനാകുകയും അവരുടെ വിധിയെക്കുറിച്ച് സാരഥിയായ സുമന്ത്രനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. വിധിയുടെ സ്വാധീനം കാരണം സീത ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് രാമൻ വേർപ്പെടുമെന്ന് ഋഷി ദുർവാസ നടത്തിയ ഒരു പ്രവചനം. രാമൻ 11 വർഷം വഹിക്കുമെന്നും സീതയിൽ 2 ആൺമക്കളെ ജനിപ്പിക്കുമെന്ന് നിരവധി രാജകുടുംബങ്ങൾ സ്ഥാപിക്കുമെന്നും ദാശരഥ രാജാവിനോട് വെളിപ്പെടുത്തിയ മഹാനായ സന്യാസിയായ ദുർവാസയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സുമന്ത്ര ലക്ഷ്മണനോട് പറയുന്നു. ഈ പ്രവചനം ലക്ഷ്മണനുമായി പങ്കിടുകയും അവൻ സന്തുഷ്ടനും ക്ഷമയുള്ളവനുമായി മാറുകയും ചെയ്യുന്നു. 40 വാക്കുകളിലെ ഒരു സംക്ഷിപ്ത സംഗ്രഹം ഇതാ ലക്ഷ്മണൻ സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ച് അയോധ്യയിലെത്തുന്നു. രാമൻ ദുഃഖിക്കുന്നത് കണ്ടപ്പോൾ ലൗകിക സ്വത്തുക്കളിൽ ആസക്തനാകരുതെന്നും സീതയെ ഉപേക്ഷിക്കുന്നത് പൊതു കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. ലക്ഷ്മണന്റെ വാക്കുകളാൽ രാമൻ ആശ്വസിക്കും. 2 ബ്രാഹ്മണർക്ക് കാണികളെ നിഷേധിച്ചതിനെ തുടർന്ന് അദൃശ്യനായി തുടരാൻ ശപിക്കപ്പെട്ട നൃഗരാജാവിന്റെ ഉദാഹരണം ഉദ്ധരിച്ചുകൊണ്ട് സർക്കാർ ജോലികൾക്കായി എത്തിയ ഉദ്യോഗസ്ഥരെയും ഉപദേശകരെയും വിളിക്കാൻ രാമൻ ലക്ഷ്മണനോട് പറയുന്നു. സമാനമായ വിധിയുണ്ടാകാതിരിക്കാൻ ദിവസവും തന്റെ ചുമതലകളിൽ പങ്കെടുത്തേണ്ടതിന്റെ പ്രാധാന്യം രാമൻ ഊന്നി പറയുകയും ബിസിനസ്സിനായി വന്ന 2 ബ്രാഹ്മണർ ശപിച്ചതിനു ശേഷം നൃഗരാജാവിന്റെ പ്രതികരണത്തെക്കുറിച്ച് ലക്ഷ്മണൻ രാമനോട് ചോദിക്കുന്നു. നൃഗൻ തന്റെ ഉപദേഷ്ടാക്കളെ വിളിച്ചുവരുത്തുകയും അവർക്കായി ഒരു മനോഹരമായ ഗുഹ തയ്യാറാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നും അവിടെ താൻ ശവത്തിനായി കാത്തിരിക്കുമെന്നോ
തന്റെ മകൻ വാസുവിനെ വിവേകപൂർവം ഭരിക്കണമെന്നും രാമൻ ലക്ഷ്മണനോട് വൈജയന്ത എന്നൊരു നിർമ്മിക്കുകയും യാഗം നടത്താൻ ഋഷിമാരെ ക്ഷണിക്കുകയും ചെയ്ത നിമി രാജാവിനെക്കുറിച്ച് പറയുന്നു. എന്നിരുന്നാലും ഇന്ദ്രന്റെ യാഗം മൂലം വസിഷ്ഠൻ കാലതാമസം നേരിട്ടപ്പോൾ ഗൗതമൻ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തു. പ്രകോപിതനായ വസിഷ്ഠൻ നിമിയെ ശരീരം നഷ്ടപ്പെടാൻ കാരണമായി. സാൽവേസ വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം ഇതാ: സന്യാസിയായ വസിഷ്ഠൻ തന്റെ ശരീരം ഉപേക്ഷിച്ചതിനു ശേഷം വായുവായി രൂപാന്തരപ്പെട്ടു. അദ്ദേഹം ബ്രഹ്മാവിന്റെ സഹായം തേടുകയും ഒരു ശരീരം വീണ്ടെടുക്കാൻ മിത്രയുടെയും വരുണന്റെയും ഊർജം നൽകുകയും ചെയ്തു. അതേസമയം ഉർവശി എന്ന ദിവ്യനർത്തകനെ അദ്ദേഹത്തെ നിരസിച്ചതിന് വരുണൻ ശപിക്കുകയും ഉർവരെ മിത്രയുടെയും വരുണന്റെയും ജീവശക്തികളുടെ മിശ്രിതത്തിൽ നിന്നാണ് താൻ ജനിച്ചതെന്ന് വിശദീകരിച്ചുകൊണ്ട് ലക്ഷ്മണൻ വസിഷ്ഠൻ ജനിച്ച കഥ രാമൻ വിവരിക്കുന്നു. ശരീരമില്ലാത്തതും എന്നാൽ ഒരു യാഗത്തിനു ശേഷം ദിവ്യദേവനായ ഭൃഗു പുനഃസ്ഥാപിച്ചതുമായ നിമിരാജാവിന്റെ കഥ രാമൻ വിവരിക്കുന്നു. രാമനും ലക്ഷ്മണനും വസിഷ്ഠനോടുള്ള നിരാജാവിന്റെ ക്ഷമയെക്കുറിച്ചുള്ള വിവരണം ചർച്ച ചെയ്യുന്നു. ഭാര്യ ദേവജനിയെ അപമാനിച്ചതിന് ശവറിട്ടുകയായ വർഗവൻ ശപിച്ച യയാതിയുടെ കഥ രാമൻ വിവരിക്കുകയും പുരാതന ഇന്ത്യൻ സമൂഹത്തിൽ ക്ഷമയുടെ പ്രാധാന്യം എടുത്തുകാണിക്കുകയും ചെയ്യുന്നു. ഒരു രാജാവായ യയാതി തന്റെ ഗുരു ശുക്രയുടെ നിന്ദയാൽ അസ്വസ്ഥനാകുന്നു. തന്റെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നതിനായി അവൻ തന്റെ അപമാനം തന്റെ മകൻ പുരുവിന് കൈമാറുന്നു. തന്റെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുകയും ചെയ്യുന്നു. യയാതി പിന്നീട് തന്റെ യൗവനം വീണ്ടെടുക്കുകയും വർഷങ്ങളോളം ഭരിക്കുകയും രാവിലെ രാമൻ തന്റെ സഭയുമായി സംസ്ഥാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്റെ സിംഹാസനത്തിൽ ഇരുന്നു. ലക്ഷ്മണനെ നഗരെ കവാടത്തിലേക്ക് അയച്ചു. പക്ഷേ രാമന്റെ ഭരണത്തിൻ കീഴിൽ രാജ്യത്തിന്റെ അഭിവൃദ്ധി കാരണം ആരും വ്യാപാരത്തിനായി വന്നിരുന്നില്ല. രാമനുമായി ഒരു കൂടിക്കാഴ്ച തേടി ഒരു നായ ഗേറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രവേശിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണനാണ് അതിന്റെ സന്ദേശം. രാജാവായ രാമനെ സമീപിക്കുന്ന ഒരു ജ്ഞാനിയായ നായായി താൻ യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന്റെ മുൻ തലവനാണെന്നും തന്റെ ഇപ്പോഴത്തെ അശുദ്ധമായ പെരുമാറ്റത്തിന് ശപിക്കപ്പെട്ടുവെന്നും വെളുക്കി പരിക്കേറ്റ ബ്രാഹ്മണനെ കുടുംബത്തിന്റെ പുതിയ തലവനായി നിയമിക്കാൻ നായ രാമനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ രാമൻ ബ്രാഹ്മണന്റെ 7 തലമുറകളെ ശപിക്കാൻ അയോധ്യയ്ക്കടുത്തുള്ള ഒരു വനത്തിലെ കൂടിനെ ചൊല്ലിയുള്ള കഴുകനും മൂങ്ങയും തമ്മിലുള്ള തർക്കം കഴുകൻ അത് തന്റേതാണെന്നു അവകാശപ്പെടുന്നു. എന്നാൽ മൂങ്ങരാമനാണ് ആത്യന്തിക വിധികർത്താവ് എന്ന് രാമൻ തന്റെ കൗൺസിലർമാരെ വിളിച്ച് അന്വേഷിക്കാൻ അയക്കുന്നു. ഇരുപക്ഷത്തെയും കേട്ട ശേഷം ഗൗതമൻ എന്ന ബ്രാഹ്മണമുനി കഴുകന്റെ മേൽ വെച്ച് ഒരു പുരാതന ശാപം ഉദ്ധരിച്ച് കൂട് മൂങ്ങയുടെ ഭാർഗവയുടെയും ശവന്റെയും നേതൃത്വത്തിൽ 100-ലധികം ഉയർന്ന റാങ്കിലുള്ള സന്യാസിമാരിൽ നിന്ന് രാമൻ ഒരു സന്ദർശനം സ്വീകരിക്കുന്നു. അവർ അദ്ദേഹത്തിന് വഴിപാടുകൾ നൽകാൻ വന്നിരിക്കുന്നു. രാമൻ അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ അഭ്യർത്ഥനയ്ക്ക് വാഗ്ദാനം ചെയ്യുകയും അവരുടെ പ്രശംസയും അംഗീകാരവും നേടുകയും ചെയ്യുന്നു. മുനിമാർ തങ്ങളുടെ ഭയത്തിന്റെ ഉറവിടം കാകൗഷനോട് രാമൻ വെളിപ്പെടുത്തുന്ന ശക്തനും ദുഷ്ടനുമായ അസുരനായ ലാവണിക്ക് രുദ്രൻ നൽകിയ ഒരു മാന്ത്രിക ദണ്ഡുണ്ട്. ലാവണയുടെ പിതാവ് മധുരുദ്രനിൽ നിന്ന് വരം നേടിയെങ്കിലും പിന്നീട് അത് തന്റെ മകന് കൈമാറി. അവനിപ്പോൾ ലോകത്തെ ഭയപ്പെടുത്തുന്നു. ഈ ഭയത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ മുനിമാർ രാമനോട് അപേക്ഷിക്കുന്നു. ലാവണയുടെ ക്രൂരമായ രീതികളെക്കുറിച്ച് മുനിമാർ രാമനെ അറിയിക്കുകയും
രാമൻ സമ്മതിച്ചാൽ അവനെ കൊല്ലുമെന്ന് വാഗ്ദാനം ചെയ്യുകയും രാമൻ അത് അംഗീകരിക്കുകയും രാവണനെ ആരാണ് കൊല്ലുന്നതെന്ന് തീരുമാനിക്കാൻ സഹോദരന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഭരസന്നദ്ധ പ്രവർത്തകർ തന്റെ മുൻകാല കഷ്ടപ്പാടുകൾ കാരണം അത്തരമൊരു ചുമതല തനിക്ക് നൽകരുതെന്ന് ധാർമ്മിക ആശങ്കകൾ കാരണം രാമന്റെ ഇളയ സഹോദരനായ ശത്രുഘ്നൻ രാജാവാകാൻ മടിക്കുന്നു. എന്നിരുന്നാലും രാമൻ അത് ഉത്തരവിട്ടതിന് ശേഷം ശത്രുഘ്നൻ സമ്മതിക്കുകയും പിന്നീട് ധാരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തന്റെ എതിരാളിയായ രാവണനെ എങ്ങനെ കൊല്ലാമെന്ന് രാമൻ ഉപയോഗിച്ച് ഒരിക്കലും ലക്ഷ്യം നഷ്ടപ്പെടുത്താത്ത ഒരു പ്രത്യേക ദിവ്യ ഏറ്റവും ദുർബലനായിരിക്കെ മഴക്കാലത്ത് രാവണനെ പരാജയപ്പെടുത്താൻ ലക്ഷ്യമേ വിഭവങ്ങളും സൈന്യവുമായി മധുവനിലേക്ക് ഒരു സൈന്യത്തെ നയിക്കാൻ രാമൻ ശത്രുഘ്നനോട് നിർദ്ദേശിക്കുന്നു. ശത്രുഘ്നൻ രാമന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും യോദ്ധാക്കളോട് ഉത്തരവിടുകയും ഒരു വലിയ സൈന്യവുമായി പുറപ്പെടുന്നതേയും മുബുക്കുടുംബട പറയുകയും ചെയ്യുന്നു. അയോധ്യയിൽ നിന്നുള്ള ഒരു യോദ്ധാവായ ശത്രുഘ്നൻ പടിഞ്ഞാറൻ ദിശയിലേക്ക് പോകുന്നതിന് മുമ്പ് രാത്രി ചെലവഴിക്കാൻ വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തുന്നു. വാൽമീകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ഒരു വേട്ടയാടൽ യാത്രയ്ക്കിടെ തന്റെ കൂട്ടാളിയെ കൊന്നതിന് ഒരു രാക്ഷസൻ ശപിച്ച തന്റെ പൂർവികനായ സൗദാസനെക്കുറിച്ചുള്ള ഒരു കഥ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ആ 12 വർഷത്തിനു ശേഷം വസിഷ്ഠൻ എന്ന പുരോഹിതൻ താൻ അകലെയായിരിക്കുമ്പോൾ സീതെ ഇരട്ട ആൺമക്കളായ കുശ, ലേവ എന്നിവർക്ക് ജന്മം നൽകിയതായി ശത്രുഘ്നൻ കേട്ടു. അദ്ദേഹം മതിയായി സന്തോഷിക്കുകയും പ്രായമായ സ്ത്രീകൾ ആൺകുട്ടികളെ സംരക്ഷിക്കുന്ന വാൽമീകിയുടെ ആശ്രമം സന്ദർശിക്കുകയും ചെയ്തു. തുടർന്ന് ശത്രുഘ്നൻ യമുനയുടെ തീരത്തുള്ള തന്റെ രഘുവിന്റെ പിൻഗാമിയായ ശത്രുഘ്നൻ മന്ദാത രാജാവിനെയും സൈന്യത്തെയും വധിച്ചതായി പറയപ്പെടുന്ന രാവണയുടെ ദണ്ഡത്തിന്റെ ശക്തിയെക്കുറിച്ച് ചാബന്യയോട് ചോദിക്കുന്നു. മന്ദാതാവിന്റെ പരാജയത്തിലേക്ക് നയിച്ച ലാവണ്യൻ തന്റെ നിയന്ത്രണത്തിന് അതീതനാണെന്ന് ഇന്ദ്രൻ മന്ദാതൻ മുന്നറിയിപ്പ് നൽകിയത് എങ്ങെന്ന് കഥ പറയുന്നു. ചാത്രിനിയ പ്രവചിക്കുന്നു. ദശരഥ രാജാവിന്റെ മകനായ ശത്രുഘ്നൻ ഒരു വില്ലുമായി മധുവിന്റെ നഗരകവാടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ സഞ്ചരിക്കുന്ന ലാവണ്യൻ അവനെ കാണുകയും അവന്റെ സാന്നിധ്യത്തെ പരിഹസിക്കുകയും ചെയ്തതോടെ ശത്രുഘ്നിക്കുന്നുണ്ടായിരുന്നു. സാലജി വാക്കുകളിലെ വാചകത്തിന്റെ സംഗ്രഹം ഇതാ: രാമന്റെ ഇളയ സഹോദരനായ ശത്രുഘ്നൻ ശക്തനായ രാക്ഷസനായ രാവണയുമായി യുദ്ധം ചെയ്യുന്നു. വിഷ്ണു നിർമ്മിച്ച അമ്പുകൊണ്ട് ശത്രുഘ്നൻ രാവണയെ കൊല്ലുന്നു. ഇത് മുമ്പ് ഭൂതങ്ങളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്നു. 3 ലോകങ്ങളെക്കുറിച്ചുള്ള ഭയം നീക്കം ചെയ്തതിനും ശക്തനായ ശത്രുവിനെ തന്റെ തലസ്ഥാനമായി മധുനഗരത്തെ അഭ്യർത്ഥിക്കുകയും അത് സുരസേന എന്ന മനോഹരമായ നഗരമായി മാറുകയും ചെയ്യുന്നു. 100 വർഷത്തെ വികസനത്തിന് ശേഷം ശത്രുഘ്നയുടെ നഗരം അഭിവൃദ്ധി പ്രാപിക്കുകയും വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു. രഘുവിന്റെ പിൻഗാമിയായ ശത്രുഘ്നൻ ഒരു ചെറിയ പരിവാരത്തോടൊപ്പം വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തുന്നു. രാവണനെ വധിച്ചതിന് മഹാനായ സന്യാസി ശത്രുഘ്നനെ പ്രശംസിക്കുകയും തന്റെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് രാമന്റെ ആദ്യകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ഗാനം അദ്ദേഹം പാരായണം ചെയ്യുന്നു. അത് ശത്രുഘ്നനും അനുയായികളും രാമനെ കാണാൻ ആകാംക്ഷയുള്ള ശത്രുഘ്നൻ വാൽമീകിയുടെ പാട്ട് കേട്ട ശേഷം അയോധ്യ സന്ദർശിക്കുന്നു. രാമൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അവരുടെ രാജ്യം ഭരിക്കുകയും ആവശ്യമെങ്കിൽ പ്രവാസത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടത് ഒരു ക്ഷത്രിയന്റെ കടമയാണെന്ന്
അദ്ദേഹം അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നു. തന്റെ സന്മാവയസ്സുള്ള മകന്റെ അകാല മരണത്തിൽ ദുഃഖിതനായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ തന്റെ ദുരന്തത്തെ തുടർന്ന് ബ്രാഹ്മരാജാവാണ് ഉത്തരവാദിയെന്ന് ആരോപിക്കുന്നു. തന്റെ മകനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ബ്രാഹ്മണൻ രാമനോട് അപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ താനും ഭാര്യയും കൊട്ടാരത്തിന്റെ കവാടത്തിൽ വെച്ച് ജീവൻ ത്യജിക്കും. ഒരു യുവ ബ്രാഹ്മണന്റെ അകാല മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ രാമരാജാവ് 8 പ്രമുഖ ബ്രാഹ്മണരുമായി ഒരു കൗൺസിൽ നടത്തുന്നു. ത്രേതായുഗത്തിൽ ശൂദ്രർക്ക് തപസ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ശൂദ്രൻ അങ്ങനെ ചെയ്യാനുള്ള ശ്രമം ആൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചുവെന്നും നാരദ വിശദീകരിക്കുന്നു. തന്റെ പ്രജകളുടെ ക്ഷേമം ഉറപ്പാക്കാനും ഒരു ആൺകുട്ടിയുടെ മരണത്തിൽ ദുഃഖിതനായ രാമൻ ശരീരത്തെ എണ്ണ ഉപയോഗിച്ച് സംരക്ഷിക്കാൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുന്നു. തുടർന്ന് രാമൻ ആൺകുട്ടിയുടെ മരണത്തിന് കാരണമായ ശൂദ്രഭക്തനെ തിരയാൻ പോകുന്നു. തന്റെ സ്വർണരഥമായ പുഷ്പകയിൽ യാത്ര ചെയ്യുകയും ഒടുവിൽ ഒരു കുളത്തിന് സമീപസിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. സന്യാസിയെ കണ്ടേ അധപ്പതിച്ചെന്റെ ഒരു ബ്രാഹ്മണ ബാലന്റെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനായി ഒരു ശൂദ്ര സന്യാസിയെ വധിച്ച രാമനെ ഇന്ദ്രനും മറ്റ് ആകാശങ്ങളും പ്രശംസിക്കുന്നു. അവർ അവന് ഒരു വരം നൽകുന്നു. ബ്രാഹ്മണ ബാലൻ നൽകനെ അവൻ അഭ്യർത്ഥിക്കുന്നു. ആകാശങ്ങൾ സമ്മതിക്കുകയും ബാലന്റെ ജീവിതം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. രാമൻ ത്രേതാകാലഘട്ടത്തിൽ വിശ്വാമിത്ര മഹർഷി മനോഹരമായ ഒരു വനത്തിലൂടെ അലഞ്ഞു തിരിയുകയും സുഗന്ധമുള്ള മരങ്ങളും മൃഗങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ശാന്തമായ ഒരു കുളത്തെ കണ്ടെത്തുകയും കുളത്തിനടുത്ത് വിശ്രമിക്കുമ്പോൾ തന്റെ വ്യക്തിത്വത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിശ്വാമിത്രന്റെ ജിജ്ഞാസയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് തന്റെ തടിച്ച ശരീരം ഭക്ഷിക്കാൻ ഒരു സ്വർഗീയ വ്യക്തി രഥത്തിൽ നിന്ന് ഉയരുന്നു. 10 വർഷം വിദർഭ ഭരിച്ച ശ്വേത രാജാവ് ബ്രഹ്മാവിന്റെ പ്രദേശം നേടുന്നതിനായി ഒരു കുളത്തിനടുത്തുള്ള കാട്ടിൽ തപസ് ചെയ്തു. എന്നിരുന്നാലും ബ്രഹ്മാവിനെ കണ്ടുമുട്ടുന്നതുവരെ അദ്ദേഹം പട്ടിണിയും ദാഹവും അനുഭവിച്ചു. തന്റെ ദാനധർമ്മത്തിന്റെയും നിസ്വാർത്ഥതയുടെയും അഭാവമാണ് ഈ ദുരിതത്തിന് കാരണമെന്ന് ബ്രഹ്മാവ് വെളിപ്പെടുത്തി. പക്ഷികളും മൃഗങ്ങളും ഇല്ലാത്ത ഒരു വനം എന്തുകൊണ്ടാണ് പക്ഷികളും മൃഗങ്ങളും ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് പക്ഷികളും മൃഗങ്ങളും ഇല്ലാത്തത്? രാമൻ കുംഭയോണി സന്യാസിയോട് ചോദിക്കുന്നു. മനു രാജാവ് നീതിപൂർവം ഭരിക്കാനുള്ള ചുമതല നൽകിയിട്ടുണ്ടെന്ന് കുംഭയോണി വിശദീകരിക്കുന്നു. അദ്ദേഹത്തെ നിരവയാണായ ദണ്ഡ അച്ഛനും അനുസരണക്കേട് വിന്ധ്യയ്ക്കും ശൈവലയ്ക്കും ഇടയിലുള്ള കാമത്തിൽ ആകൃഷ്ടനായ ദണ്ഡരാജാവ് സുക്രയുടെ മകൾ അരാസിനെ കാട്ടിൽ നടക്കുമ്പോൾ കണ്ടുമുട്ടി. അവളെ മുന്നറിയിപ്പുകളും പിതാവിന്റെ അരാസിനെ കാട്ടിൽ നടക്കുമ്പോൾ കണ്ടുമുട്ടി. അവളെ നിർബന്ധിച്ചു. തന്റെ നഗരമായ മധുമന്തയിലേക്ക് മടങ്ങിയെത്തി അദ്ദേഹം സഹായത്തിനായി നിലവിളിച്ചുകൊണ്ട് അരാജയ ആശ്രമത്തിൽ നിന്നുള്ള ഒരു മഹാനായ സന്യാസിയും ഗുരുവുമായ ഉസാനാസ് ദേവൻ ദുഷ്ടരാജാവായ ദണ്ഡയെ ശപിക്കുന്നു. അദ്ദേഹത്തിന്റെ അധാർമിക പ്രവർത്തനങ്ങൾ കാരണം 7 രാത്രികൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ രാജ്യം മുഴുവൻ നശിപ്പിക്കപ്പെടുമെന്ന് പ്രവചിക്കുന്നു. ഇന്ദ്രൻ അടിച്ചുവിട്ട ഒരു വലിയ പൊടിക്കാറ്റിൽ രാജാവിന്റെ അനുയായികളും മൃഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രദേശത്തും നശിച്ചു പോകും. രാമൻ അഗസ്ത്യന്റെ ആശ്രമം സന്ദർശിക്കുകയും ആരാധന നടത്തുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം രാമൻ അഗസ്ത്യനോട് വിട പറയുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. അഗസ്ത്യന്റെ അനുമതിയോടെ രാമൻ പുഷ്പകരഥത്തിൽ അയോധ്യയിലേക്ക് മടങ്ങുകയും ഋഷിമാരുടെ അനുഗ്രഹങ്ങൾ ചൊരിയുകയും അവിടെ എത്തിയപ്പോൾ
രാജസൂയ യാഗം നടത്താനുള്ള തന്റെ ഉദ്ദേശ്യത്തെക്കുറിച്ച് രാമൻ ഭരതനെയും ലക്ഷ്മണനെയും അറിയിക്കുന്നു. എന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഭരതന്റെ വാക്കുകൾ കേട്ടതിനുശേഷം രാമൻ ത്യാഗവുമായി മുന്നോട്ടു പോകരുതെന്ന് തീരുമാനിക്കുന്നു. ഭരതൻ ജ്ഞാനപൂർവമായ ഉപദേശത്തെ അദ്ദേഹം പ്രശംസിക്കുകയും യാഗം പിന്തുടരുന്നതിൽ നിന്ന് ഒരു അശ്വമേധയാഗം നടത്താൻ ലക്ഷ്മണൻ രാമനെ ഉപദേശിക്കുന്നു. അതിന്റെ ശുദ്ധീകരണ ശക്തി ഉദ്ധരിച്ച് തന്റെ തപസ് കാരണം വിഷ്ണുവിനാൽ കീഴടക്കപ്പെട്ട ശക്തനായ അസുരനായ വിഡ്രയുടെ കഥയെ പരാമർശിക്കുന്നു. വിഡ്രയുടെ വർദ്ധിച്ചുവരുന്ന ശക്തിയിൽ ഭയന്ന് ഇന്ദ്രൻ അവനെ പരാജയപ്പെടുത്താൻ വിഷ്ണുവിന്റെ സഹായം തേടുന്നു. വിഡ്രയുടെ നാശത്തെക്കുറിച്ച് വിവരിക്കാൻ രാമൻ ലക്ഷ്മണനോട് അഭ്യർത്ഥിക്കുന്നു. ദേവന്മാരെ 3 വിഭാഗങ്ങളായി വിഭജിക്കാനും ഒരു വിഡ്രയെ കൊല്ലാനും വിഷ്ണു ഒരു പദ്ധതി നിർദ്ദേശിക്കുന്നു. ദേവന്മാർ സമ്മതിക്കുകയും വിഡ്രയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ബ്രാഹ്മണ കുറ്റബോധം കാരണം ഇന്ദ്രൻ ഓടിപ്പോകുമ്പോൾ ഇന്ദ്രന്റെ ശ്രമം വിഡ്രയെ വധിച്ചതിനു ശേഷം പാപത്താൽ ആക്രമിക്കപ്പെട്ട ഇന്ദ്രൻ തന്റെ ചുമതലകളിൽ നിന്ന് വേർപെട്ട് കുഴപ്പമുണ്ടാക്കി. ദേവന്മാർ ഇടപെട്ടിട്ട് അവനെ ശുദ്ധീകരിക്കാൻ ഒരു കുതിരയാഗം നടത്തി. യാഗത്തിനു ശേഷം ഇന്ദ്രൻ സ്വയം 4 ഭാഗങ്ങളായി വിഭജിച്ചു. ഒന്ന് നദികളിൽ വസിക്കുന്നു, മറ്റൊന്ന് ഭൂമിയിൽ ഉഷരായി വളരെ ഭക്തനും എന്നാൽ അങ്ങേയറ്റം ശക്തനുമായ ഇളയരാജാവിനെ കുറിച്ചുള്ള ഒരു കഥ രാമൻ വിവരിക്കുന്നു. തുടക്കത്തിൽ മാൻ വേട്ടയാടുന്നതിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു. എന്നാൽ പിന്നീട് ആൺ പെൺമൃഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മറ്റു മൃഗങ്ങളെ കൊന്നു. ഇത് അദ്ദേഹത്തെ ഒരു സ്ത്രീയായി പരിവർത്തനം ചെയ്തു. ഇളയരാജാവ് ഒരു സ്ത്രീ രൂപത്തിൽ തപസ് ചെയ്യുന്ന ബുദ്ധനെ നേരിട്ടു. ഇലയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ബുദ്ധൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു പ്രത്യേക ഉൾക്കാഴ്ചയോടെ അവൾ അവിവാഹിതയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സ്വയം അവളുടെ ഭർത്താവായി പരിചയപ്പെടുത്തി തന്റെ സ്ത്രീ കൂട്ടാളികൾ അമർത്യതയും കിംപുരുഷകളായി ജീവിക്കാനുള്ള ചന്ദ്രന്റെ മകനായ ബുദ്ധൻ കിന്നരിയായ ഇലയെ കണ്ടുമുട്ടുകയും അവർ പ്രണയത്തിലാകുകയും ചെയ്യുന്നു. 1 മാസത്തിനു ശേഷം ഇല അവരുടെ മകനായ പുരീരാവയ്ക്ക് ജന്മം നൽകുന്നു. അവളുടെ ഭർത്താവായ ഇല ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഒരു കൊടുങ്കാറ്റിൽ അനുയായികൾ നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ബുദ്ധൻ അവനെ ആശ്വസിപ്പിക്കുന്നു. ഇല ഒരു സ്ത്രീയായി മാറിയെങ്കിലും കർദമയുടെ നേതൃത്വത്തിലുള്ള ത്യാഗത്തിലൂടെ പുരുഷത്വം വീണ്ടെടുത്ത ഇലയുടെ കഥ രാമൻ പറയുന്നു. ഈ യാഗം മഹാദേവനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം ഇലയുടെ ആഗ്രഹം അംഗീകരിക്കുകയും തന്റെ പുരുഷത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മകൻ പുരൂരവനിലൂടെ ഇല ബ്രഹ്മദേശത്ത് എത്തുകയും പിന്നീട് നിരവധി സദ്ഗുണങ്ങളുള്ള ഒരു ചടങ്ങായ അശ്വമേധ യാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ രാജാവായ രാമൻ ബ്രാഹ്മണരെ ക്ഷണിക്കുന്നു. തുടർന്ന് വിവിധ രാജാക്കന്മാർക്കും കുരങ്ങുകൾക്കും ദൂതന്മാരെ അയക്കാൻ അദ്ദേഹം ലക്ഷ്മണനോട് നിർദ്ദേശിക്കുകയും നൈമിഷവനത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അതിഥികൾക്ക് ഭക്ഷണം, പാനീയം, താമസം എന്നിവ ഉൾപ്പെടെ രാജാക്കന്മാർ, ബ്രാഹ്മണർ, ഋഷിമാർ, മറ്റുള്ളവർ എന്നിവർക്ക് ആഡംബരപൂർണമായ ക്രമീകരണങ്ങളും ഉദാരമായ സമ്മാനങ്ങളും നൽകിയാണ് രാമന്റെ കുതിര യാഗമായ അശ്വമേധം ആരംഭിച്ചത്. പങ്കെടുത്ത എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകയും വലിയ അളവിൽ സമ്പത്തും ആഭരണങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു വർഷം വാൽമീകിയുടെ സന്യാസികളായ ശിഷ്യന്മാരായ ലവ, കുശ എന്നിവരെ രാമായണം
ഇതിഹാസത്തിന്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിക്കുന്നതിനായി ആലപിക്കാൻ ചുമതലപ്പെടുത്തി. ബ്രാഹ്മണരുടെ വീടുകൾ, കൊട്ടാരങ്ങൾ, സന്യാസിമാർ ഒത്തുചേരുന്നതിനു മുമ്പ് സംഗീതവും ഉപകരണങ്ങളും ഉപയോഗിച്ച് വിവിധ ക്രമീകരണങ്ങളിൽ ഇത് ആലപിക്കാൻ അവരോട് നിർദ്ദേശിക്കും. രാമന്റെ ഇരട്ടപുത്രന്മാരായ ലവയും കുശയും രാമന്റെ അഭ്യർത്ഥന പ്രകാരം വാൽമീകി രചിച്ച ഒരു ഗാനം ആലപിക്കുന്നു. കാണികൾ മന്ത്രമുഗ്ധരാകുന്നു. പക്ഷേ സ്വർണ്ണ നാണയങ്ങൾ സമർപ്പിക്കുമ്പോൾ അവർ നിരസിക്കുന്നു. അവ വേരുകളിലും പഴങ്ങളിലും ജീവിക്കുന്നുവെന്നും പറയുന്നു. കവിതയുടെ രചയിതാവിനെക്കുറിച്ച് രാമൻ അവരോട് ചോദിക്കുകയും സഭയ്ക്ക് മുന്നിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സീതയ്ക്ക് തന്റെ വിശുദ്ധി തെളിയിക്കാൻ കഴിയുമോ എന്ന് വാൽമീകിയോട് ചോദിക്കാൻ രാമൻ ഒരു ദൂതനോട് നിർദ്ദേശിക്കുന്നു. വാൽമീകി സമ്മതിക്കുന്നു. അടുത്ത ദിവസം സീത തന്റെ നിരപരാധിത്വം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് രാമൻ പ്രഖ്യാപിക്കുന്നു. ഋഷിമാരുടെ മഹത്തായ പ്രവർത്തനത്തിന് രാമനെ സ്തുതിക്കുന്നു. ഇത് കഥയിലെ ഒരു പ്രധാന സംഭവമായി മാറുന്നു. രാമൻ യാഗപീഠത്തിലെത്തിയപ്പോൾ ഋഷിമാർ, രാക്ഷസന്മാർ, കുരങ്ങുകൾ, മറ്റ് ജീവികൾ എന്നിവരുടെ ഒരു സമ്മേളനം നടന്നു. സീത വാൽമീകിയോടൊപ്പം ദുഃഖത്തോടെ തലകുനിച്ച് സഭയിലേക്ക് പ്രവേശിച്ചു. സീത ശുദ്ധയാണെന്ന് ഉറപ്പ് നൽകുകയും അവളുടെ നിരപരാധിത്വം സാക്ഷ്യപ്പെടുത്താൻ അവളെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സഭയ്ക്ക് മുന്നിൽ തന്റെ വിശുദ്ധി തെളിയിക്കാൻ രാമൻ ജനകന്റെ മകൾ സീതയോട് അഭ്യർത്ഥിക്കുന്നു. താൻ രാമനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂവെന്ന് സീത ശപഥം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തതിനാൽ ഭൂമിദേവിയായ വസുന്ധര അവളെ ഒരു സ്വർഗീയ സിംഹാസനത്തോടെ സ്വാഗതം ചെയ്തു. സീതയുടെ പെരുമാറ്റത്തെ ആകാശങ്ങൾ പ്രശംസിക്കുകയും ദുഃഖിതനായ രാമൻ പാതാളത്തിൽ നിന്ന് സീതയെ തിരികെ കൊണ്ടുവരാൻ വസുധയോട് അപേക്ഷിക്കുന്നു. ബ്രഹ്മാവ് ഇടപെടുകയും വിഷ്ണുതയുള്ള തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചും സീത ശുദ്ധയും പവിത്രയാണെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ തന്നോടുള്ള സന്യാസി ആശ്രിതത്വം കാരണം നാഗമേഖലയിലേക്ക് പോയി. തന്റെ ഭാവി പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന ഉത്തരഖണ്ഡം സീതയുടെ പാതാളത്തിലേക്കുള്ള യാത്രയിൽ ഇപ്പോഴും ദുഃഖിതനായിരിക്കുന്ന രാമൻ 1000-ലധികം വർഷത്തോളം നിരവധി ത്യാഗങ്ങൾ ചെയ്യുകയും തന്റെ രാജ്യം വിവേകപൂർവം ഭരിക്കുകയും ചെയ്യുന്നു. ഇത് തന്റെ ജനങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ കൗസല്യ ഒടുവിൽ മരിക്കുന്നു. തുടർന്ന് രാമൻ വിവിധ ആചാരങ്ങളും ചടങ്ങുകളും അമ്മാവൻ യുദ്ധജിത് സമ്മാനങ്ങളുമായി അയച്ച ബ്രാഹ്മണ സന്യാസിയായ ഗാർഗയെ രാമൻ സ്വാഗതം ചെയ്യുന്നു. സിന്ധു നദിക്കടുത്തുള്ള ഗന്ധർവ പ്രവിശ്യ കീഴടക്കാനുള്ള യുദ്ധജിത്തിന്റെ സന്ദേശം സന്യാസി അറിയിക്കുന്നു. രാമൻ സമ്മതിക്കുകയും ഗന്ധർവന്മാരെ കീഴടക്കാൻ ഭരതനെ തന്റെ മക്കളായ തക്ഷ, പുഷ്കല എന്നിവരുമായി അയക്കുകയും രാമന്റെ ഇളയ സഹോദരനായ ഭരതൻ ഗർവകൾക്കെതിരെ ഒരു വലിയ സൈന്യത്തെ നയിക്കുകയും ഒരാഴ്ച നീണ്ടുന്ന ഒരു ഭീകരയുദ്ധം നടത്തുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം തന്റെ ശക്തമായ അമ്പടയാളം ഉപയോഗിച്ച് എല്ലാ ഗന്ധർവന്മാരെയും വധിച്ചു. അവരുടെ പരാജയത്തിനു ശേഷം അവരുടെ സമൃദ്ധമായ 2 നഗരങ്ങളായ തക്ഷശിലയും പുഷ്കലബദിയും സ്ഥാപിച്ചും സൗന്ദര്യത്തിനും രാമൻ തന്റെ കൊച്ചുമക്കളായ അംഗദനെയും ചന്ദ്രകേതുവിനെയും കരുപദത്തിലെയും ചന്ദ്രകേതുവിനെയും ചന്ദ്രകേതിയും കരുപദത്തിലെയും ചന്ദ്രദ്യോതിയിലെയും രാജാക്കന്മാരെ അവരെ രാജ്യങ്ങളിലേക്ക് അനുഗമിക്കുന്നു. 1 വർഷത്തിനു ശേഷം ലക്ഷ്മണൻ അയോധ്യയിൽ ഭരതൻ രാമന്റെ അഭിവാദ്യം ലക്ഷ്മണനുമായി ഒരു സ്വകാര്യ സംഭാഷണത്തിനായി
അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സന്യാസിയായി സദ്ഗുണസമ്പന്നനായ രാമൻ കൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തുന്നു. തുടർന്ന് ലക്ഷ്മണൻ രാമന്റെ വീട്ടിലേക്ക് ദൂതനെ കൊണ്ടുപോകുന്നു. സന്യാസി സ്വർഗീയർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം ചർച്ച ചെയ്യാൻ നിർദ്ദേശിക്കുകയും അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ ഗുരുതൻ തൻ്റെ 100 വർഷത്തെ മനുഷ്യരൂപം അവസാനിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കാൻ പാത്രിയർക്കീസ് ഒരു സന്ദേശം അയച്ചതായി രാമന്റെ മകനായ മഹാനായ വിശുദ്ധൻ കാല തന്റെ പിതാവിനെ അറിയിക്കുന്നു. കാലന്റെ വരവിൽ താൻ സന്തുഷ്ടനാണെന്നും തന്റെ വിഷ്ണുരൂപത്തിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നതായും രാമൻ പ്രതികരിക്കുന്നു. അവിടെ അവരെ അവരുടെ യജമാനനായി ഭരിക്കുകയും 1000 വർഷത്തെ ഉപവാസത്തിന് ശേഷം ഭക്ഷണം ആവശ്യപ്പെട്ട സന്യാസി ദുർവാസയുടെ വരവ് രാമനെ തടസ്സപ്പെടുത്തി. രാമൻ ഭക്ഷണം നൽകുകയും ദുർവാസയുടെ അഭ്യർത്ഥന തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും ഈ ഏറ്റുമുട്ടൽ രാമനെ കാലയുടെ അശുഭവാക്കുകൾ ഓർമ്മിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഇത് അദ്ദേഹത്തിന് ഉണ്ടാകാനിടയുള്ള ഏത് ദുരന്തവും സഹിക്കാനുള്ള ദൃഢനിശ്ചയത്തിലായി തെളിയിച്ചു. ഒരു മുനിക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിനായി തൻ്റെ സഹോദരൻ ലക്ഷ്മണനെ കൊല്ലാനഭിമുഖീകരിക്കുന്നു. എന്നിരുന്നാലും വാഗ്ദാനം പാലിക്കുന്നത് പുണ്യത്തിൻ്റെ ആത്യന്തികമായി ലോകത്തിൻ്റെയും നാശത്തിലേക്കുമായി വാഗ്ദാനെ ഉപദേശിക്കുന്നു. ഈ ന്യായവാദത്താൽ ബോധ്യപ്പെട്ട രാമൻ സരജു നദിയുടെ ലക്ഷ്മണൻ വിട്ടുപോയതിൽ ദുഃഖിതനായ രാമൻ അയോധ്യ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് വേർപെടുമെന്ന ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ പൗരന്മാരും മന്ത്രിമാരും തകർന്നു പോകുന്നു. താൻ പോകുന്നിടത്തെല്ലാം തന്നെ അനുഗമിക്കണമെന്ന് അവരുടെ അഭ്യർത്ഥന രാമൻ അംഗീകരിക്കുകയും തൻ്റെ ഇരട്ട പുത്രന്മാരായ കുസിയെയും വടക്ക് സ്വർഗത്തിലേക്കുള്ള രാമന്റെ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞ ശത്രുഘ്നൻ തൻ്റെ 2 പുത്രന്മാരെയും മഥുരയും വിദിശയിലെയും രാജാക്കന്മാരായി സ്ഥാപിക്കുന്നു. തുടർന്ന് അദ്ദേഹം അയോധ്യയിൽ രാമനോടൊപ്പം ചേരുന്നു. അവിടെ സുഗ്രീവൻ, ഹനുമാൻ, രാക്ഷസ രാജാവായ ബ്രാഹ്മണർ, മൃഗങ്ങൾ, കുടകൾ പോലുള്ള വസ്തുക്കൾ എന്നിവയുൾപ്പെടെ തൻ്റെ കുടുംബത്തോടും അനുയായികളോടും കൂടി രാമൻ അയോധ്യയിൽ നിന്ന് പുറപ്പെടുന്നു. മനുഷ്യർ മുതൽ പക്ഷികൾ, മൃഗങ്ങൾ വരെ ദിഗളോസികൾ ആകർഷയോടെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അനുഗമിക്കുന്നു. സാലജി വാക്കുകളിലെ വാചകത്തിൻ്റെ സംഗ്രഹം ഇതാ രാമനും സഹോദരന്മാരും സരജു നദി വിച്ചുകടന്ന് വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നു. ബ്രഹ്മാവ് അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ സ്വർഗീയ രൂപങ്ങളിൽ അമർത്യത വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അവർ വെള്ളത്തിൽ പ്രവേശിക്കുകയും അവരുടെ മനുഷ്യ ശരീരങ്ങൾ ഉപേക്ഷിക്കുകയും അവരിളത്തിൽ രാമായണ ഇതിഹാസത്തിലെ ഏറ്റവും മികച്ച ഭാഗമായി ബ്രഹ്മാവ് കണക്കാക്കിയ ഉത്തരകഥയാണ് ഈ വാചകം അവസാനിപ്പിക്കുന്നത്. വായിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ കവിതയ്ക്ക് ദീർഘായുസ്സും സമൃദ്ധിയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നൽകുന്ന ശുദ്ധിയും പ്രയോജനകരവുമായ ഫലങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അയോധ്യയിലെ ജനസംഖ്യയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വാൽമീകി ഇത് ഋഷഭ രാജാവിനായി രചിച്ചു.